ജലീൽ പുനലൂർ ഔദ്യോഗിക കാരണങ്ങൾ പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം വനിതാ ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് നിർബന്ധിക്കുന്ന രീതിയാണ് ഇദ്ദേഹം അവലംബിക്കുന്നത്. ഇതെല്ലാം ഈ പരാതി പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഞങ്ങളൊന്നും കണ്ടുപിടിച്ചതല്ല. സ്ഥലം മാറ്റത്തിനോ ഡെപ്യൂട്ടേഷനോ വേണ്ടിയുള്ള ന്യായമായ അപേക്ഷകൾ നൽകിയ വനിതാ ഉദ്യോഗസ്ഥരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതുപോലെ വകുപ്പിലെ വിധവകളുടെയും ഭർത്താവ് ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതുമായ സ്ത്രീകളുടെ ലിസ്റ്റ് എടുക്കാൻ, അങ്ങനെയുള്ള സ്ത്രീകളെ തെരഞ്ഞു പിടിക്കാൻ ഇയാളെ സഹായിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ തന്നെ ഒരു വനിതാ PA ആണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇതൊന്നും രഹസ്യമല്ല. നോക്കൂ, മുതിർന്ന ഉദ്യോഗസ്ഥന് ലൈംഗിക ചൂഷണം ചെയ്യാൻ ഇരകളെ പാകപ്പെടുത്തിയെടുക്കുന്ന വനിതാ PAക്കെതിരെ തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിക്കടക്കം മുമ്പും പരാതി നൽകിയിരുന്നു. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതായത് പൂർണ്ണ സംരക്ഷണം, പൂർണ്ണ പരിരക്ഷയാണ് ഈ സ്ത്രീ ലംബടന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്നത്. എന്നിട്ടാണ് മുഖ്യമന്ത്രി പുരപ്പുറത്ത് കയറിയിരുന്ന് പ്രസംഗിക്കുന്നത്. സ്ത്രീ സുരക്ഷ മാത്രമല്ല ഇന്ന് അദ്ദേഹം പറഞ്ഞത്, ലൈംഗിക മനോവൈകൃതമുള്ള കുറ്റവാളികൾ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികൾ അത്തരക്കാരുണ്ടെങ്കിൽ അവരെ പൂട്ടേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രിക്കാണ്. പക്ഷേ നോക്കൂ, സംസ്ഥാനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണല്ലോ ചീഫ് സെക്രട്ടറി. അദ്ദേഹത്തിനെതിരെയാണ് പരാതികൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ വന്ന പരാതിയല്ല, 2 വർഷം മുമ്പാണ് ഏറ്റവും ഒടുവിൽ പരാതി വന്നത്. അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ആക്കരുത് എന്ന് പറഞ്ഞ് ആവശ്യം മുന്നോട്ട് വെച്ചു, എന്നിട്ടും ചെവിക്കൊണ്ടില്ല. എന്താണ് ശ്രീ ജലീൽ ഇതൊക്കെ സംഭവിക്കുന്നത്? സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ രാജ്യത്തിന് മാതൃകയാണ് നിലവിലെ കേരളം എന്നുള്ളത് രാജ്യം അംഗീകരിച്ചിട്ടുണ്ട്, രാജ്യത്തെ ജനത അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാം, അതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. 10, 30, 35, 34 വർഷക്കാലത്തെ സർവീസ് പാരമ്പര്യമുള്ള പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ ധനകാര്യ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയത്. അതിദാരിദ്ര്യ മുക്ത കേരളം തുടങ്ങി മുൻഗണനാക്രമത്തിൽ അടിയന്തര സ്വഭാവത്തിൽ കൂടി നടപ്പിലാക്കേണ്ട ഒരുപാട് പദ്ധതികൾ ഈ നാട്ടിൽ കൊണ്ടുവന്നത് നടപ്പിലാക്കി പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇച്ഛാശക്തിയും ആർജവത്വവുമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടാണ് നിലവിലെ ചീഫ് സെക്രട്ടറിയെ ഞാൻ കാണുന്നത്. 45 കൊല്ലക്കാലം മുമ്പ് എന്റെയൊക്കെ ബാല്യകാലത്ത് സ്ഥലം ഏറ്റെടുത്തിരുന്ന കേരളത്തിന്റെ ഹൈവേ വികസനം ഇന്ന് യാഥാർത്ഥ്യമാകുന്നത് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ ശ്രീ അനിൽ നമ്പ്യാർജിക്ക് അടക്കം വളരെ കൃത്യമായി മനസ്സാക്ഷിക്ക് ബോധ്യമുണ്ടാകും. ആ പദ്ധതി അടക്കം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം തന്റെ ഈ അവസാന ഔദ്യോഗിക കാലഘട്ടത്തിൽ നിർവഹിച്ചിട്ടുള്ള സേവനം തുല്യതയില്ലാത്തതാണ്. പിന്നെ ജലീൽ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരികളെ വിളിച്ചു വരുത്താം, തൻ്റെ ലൈംഗിക ചേഷ്ട പൂർത്തിയാക്കാൻ ഉപയോഗിക്കാമെന്നാണോ? താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അദ്ദേഹം തെളിയിച്ച ഉദ്യോഗസ്ഥനാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പ്രഗത്ഭമതിയായിട്ടുള്ള ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കാം. പക്ഷെ അതൊക്കെ ഇത്തരം ദുഷ്ചെയ്തികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണോ താങ്കൾ കാണുന്നത്? താങ്കൾക്ക് ഒരുപക്ഷെ കൃത്യമായി ഓർമ്മയുണ്ടാകും, 1996 കേരളത്തിലെ ഭരണാധികാരികളിൽ ഏറ്റവും പ്രഗത്ഭനായ അഴിമതി രഹിതനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തുകാരനായ നീലലോഹിതദാസൻ നാടാണ്. അദ്ദേഹത്തിന് ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ട്, ഇരിക്കുന്നവർക്കും ബോധ്യമുണ്ട്. തന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി നളിനി നെറ്റോ, പേര് പോലും മറന്നുപോയിട്ടില്ല, തന്നെ ലൈംഗിക ചേഷ്ടയോടുകൂടി ഇദ്ദേഹം നോക്കി. ഗവൺമെന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു, ഗവൺമെന്റ് സെക്രട്ടറി. ആ ആരോപണത്തിന്റെ പേര് ഗവൺമെന്റ് സെക്രട്ടറി, അതിന് അദ്ദേഹം ഒന്ന് മന്ത്രിയായിരുന്നു, അദ്ദേഹം സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോയി, അതോടുകൂടി അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നുകൂടി പറയാം, 95 താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, ഇന്ത്യയുടെ അഭിമാനമായി ബഹിരാകാശ രംഗത്ത് ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ ബാക്കിയുണ്ടായിരുന്ന ഒരു ശാസ്ത്രകാരനായിരുന്നു നമ്പി നാരായണൻ. മറിയം റഷീദയും ഫൗസിയ ഹസൻ എന്ന് പറയുന്ന മാലിക്കാരികളായ 2 സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് കണ്ടുപിടിക്കുന്നത് എന്തേ കാര്യം പറഞ്ഞോട്ടെ, അങ്ങനെ കൊണ്ടുവന്ന് ആ 2 സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
ഇന്ത്യ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സംഭാവന, ഒരു മുന്നേറ്റത്തെ തകിടം മറിച്ച ആരോപണം ഉയർന്ന ഒരു നാടാണിത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം ഉയർന്നാൽ ഒരാരോപണമല്ല, 10-15 ആരോപണങ്ങളല്ല, വസ്തുതകൾ നിരത്തിയാണ് പരാതി കൊടുത്തത്. താങ്കൾക്ക് ആ പരാതികൾ കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. താങ്കൾ ആ പരാതി വായിച്ചു നോക്കിയാൽ മതി. മാത്രമല്ല, ഈ പരാതി കൊടുത്തത് കോൺഗ്രസിൻ്റെയോ അതോ അല്ലെങ്കിൽ BJPയുടെയോ സർവീസ് സംഘടനകളിൽപ്പെട്ട സ്ത്രീകളല്ല, ഇടതുപക്ഷ സർവീസ് സംഘടനയിൽപ്പെട്ട സ്ത്രീകളാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ താങ്കൾ ഒരു പരാതി അല്ലെങ്കിൽ 2 പരാതി എന്ന് പറഞ്ഞ് ഇതിനെ ലാഘവത്തോടെ കാണാതെ. അല്ല, ഇതിനു മുമ്പുള്ള താങ്കളുടെ ആ വാർത്താ അവതരണത്തിൽ തന്നെ 2 മണിക്കൂർ മുമ്പുള്ളതിൽ ഞാൻ കണ്ടു, അദ്ദേഹത്തിനെതിരായിട്ട് താങ്കൾ അടക്കമുള്ളവർ ഒരു ആരോപണമായിട്ട് കൊണ്ടുവരുന്നത് 10 വർഷത്തിന് മുമ്പ് ഛത്തീസ്ഗഡിലുള്ള ഒരു പോക്സോ കേസാണ്. അതെ, CPM-ഉം പിണറായി വിജയനും ഛത്തീസ്ഗഡ് ഭരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ ഇരിക്കുന്ന മറ്റു 2 പേർക്ക് അത് ബോധ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അവിടെ ആരാണ് ഭരിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അതാണ്, അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം ഇതാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകൃതത്തിന്റെ പശ്ചാത്തലം ഇതാണ്. അപ്പൊ ആ ഛത്തീസ്ഗഡിലെ പോക്സോ കേസ് പറയേണ്ടതാണോ? അല്ല, അത് പിണറായി വിജയനാണോ തേച്ചു മാറ്റി കളഞ്ഞത്? പിണറായി വിജയനാണെന്ന് ഞാൻ പറഞ്ഞു. അല്ല, താങ്കൾക്ക് പറയാനുള്ളത് എന്റെ വായിൽ തിരുകാതെ. ഞാൻ പിണറായി വിജയനാണ് കേസ് തേച്ചു മാറ്റിയെന്ന് പറഞ്ഞോ? ഞാൻ അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകൃതത്തിന്റെ ആ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് ഇതുപോലുള്ള കേസുകളുണ്ട് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ പിണറായി വിജയൻ ഇദ്ദേഹത്തെ സഹായിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പോക്സോ കേസിൽ, ഛത്തീസ്ഗഡിലെ പോക്സോ കേസിൽ സഹായിച്ചതെന്നും പറഞ്ഞില്ല. ശ്രീ ജലീൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് നോക്കൂ, ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. ഇത് ഇടത് സർവീസ് സംഘടനയിൽപ്പെട്ട സ്ത്രീകളാണ്, ജീവനക്കാരികളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അവരുടെ നേതാവടക്കം കൃത്യമായിട്ട് പുറത്തിറക്കിയ പ്രസ്താവനകളുണ്ട്. അത് താങ്കൾ വായിച്ചു കാണും, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കാണും. എന്നിട്ടും ഈ പീഡകനെ താങ്കൾ ഇങ്ങനെ അങ്ങ് വൈറ്റ് വാഷ് ചെയ്യാതെ, ഇങ്ങനെ വെള്ളപൂശാതെ ശ്രീ ജലീൽ. അല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന, ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന താങ്കൾക്കറിയാം, ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നിങ്ങനെ ദാടിക്ക് കൈയും കുത്തിയിരിക്കുന്ന ഈ ആളുകൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ്. ഇന്ത്യ രാജ്യത്തൊരു നിയമമുണ്ട്, നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ ഒരു സർവീസ് ചട്ടമുണ്ട്. ഒരു IAS ഉദ്യോഗസ്ഥനോ ഒരു IPS ഉദ്യോഗസ്ഥനോ ക്രമവിരുദ്ധമായി ചട്ടം ലംഘിച്ച് പ്രവർത്തിച്ചാൽ അതിന് ഈ രാജ്യത്തെ ചട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതിനി ഒരു മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒരു സംസ്ഥാന ഭരണകൂടമോ അദ്ദേഹത്തെ വഴിവിട്ട് സഹായിച്ചാൽ ഇരകൾക്ക് പോകാൻ വഴികളുണ്ട്, അതിൽ ഇടപെടാൻ നീതിന്യായ വ്യവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണൽ ഉണ്ട്. ഇതൊക്കെ എന്നേക്കാൾ വളരെ കൂടുതലായിട്ട് അറിയുന്ന വലിയ മഹനീയ വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞു വെച്ചു. സർവീസിലിരിക്കുന്നവർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇത്തരം നിയമ നടപടികളിലേക്ക് കടക്കുന്നു കരുതുന്നുണ്ടോ? നിങ്ങളുടെ സർക്കാരാണല്ലോ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നത്. അതായത് ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീകളൊക്കെ സുരക്ഷിതരായിരിക്കും എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി അല്ലേ? എന്നിട്ട് ഇതൊക്കെ നടക്കുന്ന എവിടെയാ? സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലാണ് ശ്രീ ജലീൽ. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലെ, അതായത് അവർ പറയുന്നത് അതിനെ ഒരു ലോഡ്ജാക്കി മാറ്റുകയായിരുന്നു എന്നുള്ളതാണ്. ആ ഓഫീസിനെ ഒരു ലോഡ്ജാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ്. അതായത് സെക്രട്ടേറിയറ്റിലെ അനക്സ് 1 ഓഫീസ് മുറി ലോഡ്ജായി ഉപയോഗിക്കുന്നതായി ജീവനക്കാർ പരാതി നൽകിയതിനെ തുടർന്ന് ആ മുറി ഒഴിഞ്ഞ ശേഷം സൗത്ത് ബ്ലോക്കിലെ 3-ാം നിലയിലെ മുറിയിൽ ഒറ്റക്ക് PA മാത്രം നിയമിച്ച് ചൂഷണങ്ങൾ തുടരുന്നു എന്നാണ് 2 വർഷം മുമ്പ് നൽകിയ പരാതി പറയുന്നത്. ഇതൊക്കെ ഈ ജീവനക്കാരുടെയോ അല്ലെങ്കിൽ ജീവനക്കാരുടെ സംഘടനകളുടെയോ ഭാവനാ സൃഷ്ടി എന്നാണോ ജലീൽ പറഞ്ഞു വരുന്നത്? ആണോ? അല്ല, താങ്കൾക്കറിയാലോ, ഒരു പൗരൻ ഒരു സർവീസോ ചട്ടങ്ങളോ അല്ലെങ്കിൽ ജീവനക്കാരനോ സെക്രട്ടേറിയറ്റോ അവിടെ ഇരിക്കട്ടെ, എന്നെപ്പോലെ ഒരു സാധാരണ പൗരൻ ഒരു പരാതി ഉണ്ടായാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ പോലും FIR-ന്റെ കോപ്പി, അതനുസരിച്ച് അതിന്റെ ഫോളോ അപ്പ് ഏതെല്ലാം നിലയിലാണെന്ന് പരിശോധിക്കുവാനുള്ള സാങ്കേതിക വിദ്യ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ട അതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടല്ലേ പരാതി കൊടുത്തത്? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഈ പരാതികളൊക്കെ എന്തിനാ പൂഴ്ത്തി വെച്ചതെന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു പ്യൂണിനെ അയച്ചാൽ പോരെ?
കന്റോൺമെന്റ് പോലീസ് ഒരു സ്റ്റേഷനിൽ മുഖ്യമന്ത്രിക്കും കൊണ്ടുകൊടുത്താൽ പോരെ? ഒരു FIR പോലും ഇടാത്ത എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. ഒരു FIR പോലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാതെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി കൊടുത്തത് ഈ വനിതാ ജീവനക്കാരികളാണ്, അതുപോലെ ജീവനക്കാരുടെ സംഘടനകളാണ്, ഈ സംഘടനകളുടെ നേതാക്കന്മാരാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ പരാതികളിൽ ഇപ്പോഴും അടയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല? എന്തുകൊണ്ട് ഇടപെടുന്നില്ല? എന്താണ് ഡോക്ടർ എ ജയതിലകിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്ര മമത? അതാണ് മനസ്സിലാവാത്തത്.